വെൽക്കം ടു ഐ സി മൂവീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സർവൈവൽ ത്രില്ലറായിട്ടുള്ള ഓൾ ഈസ് ലോസ്റ്റ് ആണ്. സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു പകുതി മുങ്ങിയ കണ്ടെയ്നർ ഇന്ത്യൻ ഓഷ്യന് മുകളിൽ ഒഴുകി നടക്കുന്നതായിട്ടാണ്. പെട്ടെന്ന് അവിടെ ഒരാൾ എന്തൊക്കെയോ ഡയറിയിൽ എഴുതുകയാണ്. ആ ഡയറി കുറിപ്പുകൾ ഇങ്ങനായിരുന്നു: എന്നോടെല്ലാവരും ക്ഷമിക്കണം, ഇതെന്റെ ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷങ്ങളാണ്. ഞാൻ അറിഞ്ഞോ അറിയാതോ ചെയ്ത തെറ്റുകളുണ്ടെങ്കിൽ അതെല്ലാം എന്നോടെല്ലാവരും ക്ഷമിക്കണം. ഞാൻ എല്ലാവരോടുമായിട്ട് ഗുഡ് ബൈ പറയുകയാണ്. സംഭവം നടക്കുന്നതിന് 8 ദിവസം മുമ്പുള്ള കാര്യങ്ങളാണ് പിന്നെ കാണിക്കുന്നത്. റെഡ്ഫോർഡ് തന്റെ ചെറിയ യാട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്ന് എന്തോ വെള്ളത്തിന്റെ ശബ്ദം കേട്ട് അദ്ദേഹം എഴുന്നേറ്റ് നോക്കി. അദ്ദേഹത്തിന്റെ യാട്ടിനകത്തെല്ലാം വെള്ളം കയറുകയാണ്. ഇതെവിടെ നിന്നാണ് വെള്ളം വരുന്നതെന്നറിയാൻ അദ്ദേഹം മുകളിലേക്ക് പോയി നോക്കി. അങ്ങനെ മുകളിൽ കയറി അദ്ദേഹം കാണുന്നത് തന്റെ യാർട്ട് കടലിൽ ഒഴുകി നടന്ന ഒരു കണ്ടെയ്നറുമായിട്ട് ഇടിച്ച് ഒരു വശം തകർന്ന രീതിയിലാണ്. അതിലൂടെയാണ് ഈ യാർട്ടിനുള്ളിൽ വെള്ളം കയറുന്നത്. അങ്ങനെ നമ്മുടെ റെഡ്ഫോർഡ് പാനിക്കാവാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെ കണ്ട ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ആ കണ്ടെയ്നറിനെ പതുക്കെ തള്ളി മാറ്റി. എന്നാൽ അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും ആ കണ്ടെയ്നർ നീക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം തന്റെ യാർട്ടിനുള്ളിലേക്ക് തിരിച്ചുപോയി. അപ്പോഴാണ് അറിയുന്നത് അകത്തുള്ള എല്ലാ ഉപകരണങ്ങളും വെള്ളം കയറി നശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണ്, കമ്പ്യൂട്ടർ, റേഡിയോ ഇതെല്ലാം ആ ഉപ്പുവെള്ളത്തിൽ നശിച്ചുപോയി. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയ ഒരു ആങ്കർ എടുത്തിട്ട് ആ കണ്ടെയ്നറിന് നേരെ എറിഞ്ഞു. അങ്ങനെ ഒരുവിധ ആ കണ്ടെയ്നറിനെ ആ യാട്ടിൽ നിന്നും മാറ്റി. എന്നാൽ നങ്കൂരം പോയതുകൊണ്ട് തന്നെ ആ കപ്പലിന്റെ ദിശ ആകെ മാറിയിരുന്നു. നമ്മുടെ റെഡ്ഫോർഡിന് ആ യാട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം ആ കടലിൽ ഒറ്റപ്പെട്ടു. അങ്ങനെ അദ്ദേഹം താഴേക്ക് പോയപ്പോഴേക്കും വെള്ളം അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ യാട്ട് മുഴുവൻ വെള്ളം കയറുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോഴേക്കും വെള്ളം അദ്ദേഹത്തിന്റെ പകുതിയോളം ഉയരത്തിലേക്കായി. അങ്ങനെ പെട്ടെന്ന് അവിടെ ഇലക്ട്രോണിക് ഒരു പമ്പ് അദ്ദേഹം കണ്ടു. വെള്ളം അടിച്ചു കളയാനായിട്ട് അയാൾ ആ പമ്പ് എടുത്തു. എന്നാൽ ആ കടൽ വെള്ളം അകത്ത് കയറിയപ്പോഴേക്കും ആ പമ്പും ഡാമേജ് ആയി പോയി. അങ്ങനെ ഡാമേജ് ആയ പമ്പുമായിട്ട് നമ്മുടെ റെഡ്ഫോർഡ് മേളിലേക്ക് കയറി വന്നു. അങ്ങനെ പെട്ടെന്ന് സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ റെഡ്ഫോർഡിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അങ്ങനെ കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടി. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു തടി ബോക്സ് തുറന്നു. കപ്പലിലുണ്ടായ ആ വലിയ ഹോൾ അടയ്ക്കാനായിട്ട് അദ്ദേഹം ആ ടൂൾ ബോക്സിൽ നിന്നും ഒരു ഫൈബർ ഗ്ലാസ് പാച്ച് എടുത്തു. അങ്ങനെ പതുക്കെ ആ ഹോള് മുഴുവനും അദ്ദേഹം അടച്ചു തുടങ്ങി. അങ്ങനെ ഡാമേജ് ആയ പമ്പിന്റെ ലിവർ അദ്ദേഹം മാറ്റി റിപ്പയർ ചെയ്തു. എന്നിട്ട് അകത്ത് കടന്ന വെള്ളമെല്ലാം അദ്ദേഹം പതിയെ വെളിയിലേക്ക് അടിച്ചു കളഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ നേരെ ഇരുട്ടാൻ തുടങ്ങി. അദ്ദേഹം തന്റെ ജോലിയെല്ലാം അവസാനിപ്പിച്ച് ഒരു ക്യാൻ പൊട്ടിച്ച് കഴിച്ചു തുടങ്ങി. അങ്ങനെ ഫുഡും കഴിച്ച് അദ്ദേഹം ഒരു തുണി വലിച്ചു കെട്ടി അതിനകത്ത് കിടന്ന് രാത്രി കഴിച്ചു കൂട്ടി. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്കും നല്ല വെയിലുള്ള കാലാവസ്ഥയാണ്. അത് അദ്ദേഹത്തിന് ഒരു ആശ്വാസം നൽകി. അങ്ങനെ ഇന്നലെ ചെയ്തതിന്റെ ബാക്കി ജോലി അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. പതുക്കെ ആ വന്ന വലിയ ദ്വാരം അടച്ചു തുടങ്ങി. അതോടൊപ്പം ബാക്കിയുള്ള വെള്ളമെല്ലാം അദ്ദേഹം പമ്പ് ചെയ്ത് വെളിയിലേക്ക് കളഞ്ഞു. എന്നിട്ട് ഉപ്പുവെള്ളം കയറി ഡാമേജ് ആയ അദ്ദേഹത്തിന്റെ റേഡിയോ അദ്ദേഹം പതുക്കെ റെഡിയാക്കിയിട്ട് മുകളിലേക്ക് ഉണക്കാൻ വെച്ചു. അങ്ങനെ അകത്ത് കയറിയ വെള്ളം മൊത്തം അദ്ദേഹം അടിച്ച് വെളിയിൽ കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം ആ പാച്ച് മുഴുവൻ അടച്ചു. എന്നിട്ട് ആ സീലിംഗ് ചെക്ക് ചെയ്ത് നോക്കി എന്തെങ്കിലും വെള്ളം അകത്ത് കയറുന്നുണ്ടോ അതോ ഇനി എന്തെങ്കിലും അടയാനുണ്ടോ എന്ന്. എന്നാൽ ടെസ്റ്റ് എല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ അദ്ദേഹം പണി പൂർത്തിയാക്കി. അങ്ങനെ വീണ്ടും അടുത്ത ക്യാൻ പൊട്ടിച്ച് അദ്ദേഹം ഫുഡ് കഴിച്ചു. അങ്ങനെ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും പുള്ളിക്കാരൻ ആകെ പേടിയായി. കാരണം എന്നേക്കുമായി താനിവിടെ പെട്ടുപോകുന്നു അദ്ദേഹത്തിന് മനസ്സിലായി. ആരെങ്കിലും വിളിച്ച് സഹായം ചോദിക്കാൻ നമ്മുടെ റെഡ്ഫോണിന്റെ കയ്യിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ചീത്തയായി പോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ അദ്ദേഹം താഴെ പോയിട്ട് ഒരു പഴയ ഇലക്ട്രോണിക് ഡിവൈസിൽ നിന്നും ഒരു ബാറ്ററി ഊരിയെടുത്തുകൊണ്ട് മുകളിലോട്ട് വന്നിട്ട് തൻ്റെ ആ റേഡിയോയിലേക്ക് ഇട്ടു. എന്നിട്ട് ഒരു പഴയ മാപ്പ് എടുത്തിട്ട് അതിലേക്ക് ആ സീ റൂട്ടെല്ലാം അദ്ദേഹം നോക്കി മനസ്സിലാക്കി. എന്നിട്ട് സിഗ്നൽ കൂടുതൽ കിട്ടുന്ന സ്ഥലം അദ്ദേഹം നോക്കിയിട്ട് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ കുറെ നേരം നോക്കിയിട്ടും ആ റേഡിയോ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് നമ്മുടെ റെഡ്ഫോർഡ് താഴേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ബുക്ക് എടുത്തിട്ട് നാവിഗേഷനെ കുറിച്ചെല്ലാം അദ്ദേഹം വായിച്ചു നോക്കി. ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന് റേഡിയോയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നതായി തോന്നി. അങ്ങനെ പെട്ടെന്ന് ഓടി മേളിലേക്ക് പോയി. അങ്ങനെ അദ്ദേഹത്തിന് ഏതോ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ രണ്ടുപേര് ഇന്തോനേഷ്യൻ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു സംഭാഷണമാണ് അദ്ദേഹം കേട്ടത്. എന്നാൽ അദ്ദേഹം അവരോട് സഹായം ചോദിച്ചെങ്കിലും പെട്ടെന്ന് ആ സിഗ്നൽ ലോസ്റ്റായി. അങ്ങനെ പ്രതീക്ഷയെല്ലാം കൈവിട്ട് നമ്മളെ റെഡ്ഫോർഡ് ആകെ വിഷമിച്ച് അവിടെ കിടന്നു. അങ്ങനെ അദ്ദേഹം വീണ്ടും യാട്ടിനുള്ളിൽ കയറി തന്റെ വിഷമമെല്ലാം കുടിച്ചു തീർത്ത്. അങ്ങനെ പെട്ടെന്ന് പുറത്ത് മഴയുടെ ശബ്ദം കേട്ട് അദ്ദേഹം എഴുന്നേറ്റ് നോക്കി. അങ്ങനെ നമ്മുടെ റെഡ്ഫോർഡ് വെളിയിലേക്ക് പോയി. പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്യുകയാണ്. ഇത് അദ്ദേഹത്തിന് ചെറിയൊരു സന്തോഷം നൽകി. കാരണം കുടിക്കാനുള്ള വെള്ളം കുറച്ച് അങ്ങനെയെങ്കിലും കിട്ടുമല്ലോ. അങ്ങനെ മഴയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോയി തന്റെ ഡിന്നർ അദ്ദേഹം കഴിക്കുകയാണ്. അങ്ങനെ ഒരു ഹെഡ് ലാമ്പ് ഉപയോഗിച്ച് അദ്ദേഹം ആ നാവിഗേഷന്റെ ബുക്ക് വായിച്ചു തീർക്കുകയാണ്. വായിച്ചുകൊണ്ടിരിക്കവേ തന്നെ അദ്ദേഹം ഉറങ്ങിപ്പോയി. അങ്ങനെ നാലാമത്തെ ദിവസമായി അദ്ദേഹം രാവിലെ തന്നെ ആ യാർട്ടിന്റെ മാസ്റ്റിൽ കയറുകയാണ്. അങ്ങനെ മുകളിലേക്ക് കയറി അവിടെ അടുത്ത് വല്ലതും ഷിപ്പുകളോ ഉണ്ടോ എന്ന് നോക്കി സഹായം ചോദിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ഐഡിയ. എന്നാൽ ഷിപ്പൊന്നും അദ്ദേഹത്തിന് കാണാൻ
കാണാൻ കഴിഞ്ഞില്ല. പകരം ആന്റണിയുടെ ഡിസ്കണക്റ്റ് ആയ വയറ് അദ്ദേഹം കണക്ട് ചെയ്തിട്ടാണ് താഴേക്ക് ഇറങ്ങിയത്. കാലാവസ്ഥയിൽ വലിയൊരു മാറ്റം വരുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഷിപ്പിനും ഒരു ഭീഷണിയാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് അദ്ദേഹം ആ കൊടുങ്കാറ്റിനെ നേരിടാനായിട്ട് ആ ഷിപ്പിലെ വെയിറ്റ് കൂട്ടി. ഒഴിഞ്ഞ ബക്കറ്റിലെല്ലാം വെള്ളം നിറച്ച് സാധനങ്ങളെല്ലാം അടുക്കി മാറ്റി വെച്ച് ആ ഷിപ്പിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ നോക്കി. അങ്ങനെ താഴെയെല്ലാം റെഡിയാക്കിയിട്ട് അദ്ദേഹം മുകളിലേക്ക് കയറി നോക്കി. കൊടുങ്കാറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അദ്ദേഹം പണിയെല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് പോയി. കടുത്ത കാറ്റും തിരമാലയും ആ കടലിന്റെ ഗതിയാകെ മാറ്റിയിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം യാർട്ടിനുള്ളിലേക്ക് കയറി. അങ്ങനെ പെട്ടെന്ന് തന്നെ അദ്ദേഹം തന്റെ റെയിൻ സ്യൂട്ടും എടുത്തിട്ട് അവിടെ അകത്തിരുന്നു. ഈ യാർട്ടിന്റെ പല ഭാഗത്തു നിന്നും വെള്ളം ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി. എന്നാൽ ഇതൊന്നും കണ്ട് നമ്മുടെ റെഡ്ഫോർഡ് പേടിച്ചില്ല. പെട്ടെന്ന് അദ്ദേഹം മുകളിലേക്ക് പോയി ആ യാർട്ടിന്റെ സ്റ്റിയറിംഗ് വീല് കൺട്രോൾ ചെയ്യാൻ നോക്കി. എങ്ങനെയെങ്കിലും ആ യാർട്ടിനെ ഈ കാറ്റിൽ പിടിച്ചു നിർത്താൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വലിയ തിര അദ്ദേഹത്തിന്റെ മുകളിലേക്ക് അടിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് അദ്ദേഹം വെള്ളത്തിലേക്ക് വീണു. അദ്ദേഹത്തിന്റെ ആ റെയിൻ സ്യൂട്ട് ആ യാർട്ടിൽ കെട്ടിവെച്ചതുകൊണ്ട് ആ തിരമേലയിൽ അദ്ദേഹം പെട്ടുപോയില്ല. അങ്ങനെ ആ വള്ളി പിടിച്ച് അദ്ദേഹം തിരിച്ച് ആ യാർട്ടിലേക്ക് കയറി. അങ്ങനെ ആ കാറ്റും മഴയും ഉടഞ്ഞൊന്നും അവസാനിക്കത്തില്ലെന്ന് മനസ്സിലായ നമ്മുടെ റെഡ്ഫോർഡ് തിരിച്ച് ആ യാർട്ടിനുള്ളിലേക്ക് കയറി ഡോർ അടച്ചിരുന്നു. പെട്ടെന്ന് അദ്ദേഹം വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ആ വെള്ളത്തിൽ വീണപ്പോൾ കുറെ ഉപ്പുവെള്ളം അദ്ദേഹം വിഴുങ്ങിയിരുന്നു. ഇതെല്ലാം അദ്ദേഹം ഛർദ്ദിച്ച് വെളിയെ കളഞ്ഞു. അങ്ങനെ പതുക്കെ ആ വെള്ളമെല്ലാം അതിനുള്ളിലേക്ക് കയറി. അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തായാലും ഈ ഷിപ്പ് ഈ മഴയിൽ നശിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴേക്കും ആ യാർട്ടിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം തകർന്നിരുന്നു. ഇനി ആ യാർട്ട് പ്രവർത്തിക്കില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് പോയി നോക്കിയപ്പോഴേക്കും യാർട്ടിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ആ മഴയിലും കാറ്റിലും തകർന്നിരുന്നു. ആ കാലാവസ്ഥ അങ്ങനെ നിർത്താതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ റെഡ്ഫോർഡ് തിരിച്ച് താഴേക്ക് ഇറങ്ങിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ തല ഒരിടത്ത് തട്ടി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബോധം പോയി. അങ്ങനെ ബോധം തിരിച്ചു വന്ന് അദ്ദേഹം എഴുന്നേറ്റപ്പോഴേക്കും മഴ പോയിട്ടില്ലായിരുന്നു. അങ്ങനെ റെഡ്ഫോർഡിന്റെ നെറ്റിയിൽ വലിയൊരു മുറിവുണ്ടായി. അങ്ങനെ പുറത്തെ കൊടുങ്കാറ്റിന്റെ ശക്തി കുറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും കടൽ വെള്ളം ക്യാബിനുള്ളിലെല്ലാം കയറിയിരുന്നു. ആ മുറിവും വെച്ചുകൊണ്ട് അദ്ദേഹം യാർട്ടിന് പുറത്തിറങ്ങി ആ വിൻവാർഡ് കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ കുറച്ച് സ്റ്റെബിലിറ്റി എല്ലാം ആ യാർട്ടിന് കിട്ടി. എന്നാലും ആകെ തകർന്ന ആ യാർട്ടിന് ഇനി സഞ്ചരിക്കാൻ കഴിയില്ലെന്ന് നമ്മുടെ റെഡ്ഫോർഡിന് മനസ്സിലായി. എത്രയും പെട്ടെന്ന് ആ യാർട്ടിൽ നിന്നും രക്ഷപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം മരിക്കുമെന്ന് ഉറപ്പായി. അങ്ങനെ റെഡ്ഫോർഡ് ഒരു ബാഗുമായിട്ട് വന്നു. അതിനകത്ത് ഒരു റാഫ്റ്റ് ആയിരുന്നു. അങ്ങനെ റാഫ്റ്റിന്റെ ഒരറ്റം നമ്മുടെ യാർട്ടിൽ കെട്ടിയിട്ടിട്ട് ആ റാഫ്റ്റ് എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ രാത്രി ആ റാഫ്റ്റിൽ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ നമ്മുടെ റെഡ്ഫോർഡ് കാണുന്നത് വളരെ നിശബ്ദമായ ഒരു അന്തരീക്ഷമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആ യാർട്ട് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ റെഡ്ഫോർഡ് ആ യാർട്ടിലേക്ക് ചെന്ന് അദ്ദേഹത്തിന് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു. എന്നാൽ തിരിച്ചു പോകുന്നതിന് മുമ്പായി പെട്ടെന്ന് നമ്മുടെ റെഡ്ഫോർഡിന് എന്തോ എടുക്കാൻ മറന്നതായി തോന്നി. അങ്ങനെ അദ്ദേഹം ധൃതിയിലോടി അതിൻ്റെ അകത്തേക്ക് കയറി. അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വുഡൻ ബോക്സുമായിട്ടാണ് അദ്ദേഹം തിരിച്ചുവന്നത്. അതോടൊപ്പം തന്റെ നെറ്റിയിൽ പറ്റിയ ആ മുറിവിന് അദ്ദേഹം മരുന്നും വെച്ചു. അങ്ങനെ തന്റെ യാർട്ട് മുങ്ങുന്നത് അദ്ദേഹം വിഷമത്തോടെ നോക്കി നിന്നു. മുങ്ങുന്നതിന് മുമ്പ് ആ യാർട്ടിൽ നിന്നെടുത്ത ആ ചെറിയ വുഡൻ ബോക്സ് അദ്ദേഹം ഓപ്പൺ ചെയ്തു. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു സെക്സ്റ്റൺ ആയിരുന്നു. അതായത് പണ്ടുകാലത്ത് കപ്പൽ യാത്രക്കാർ നാവിഗേഷൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു അത്. അങ്ങനെ വീണ്ടും ഒരു ദിവസം കടന്നുപോയി. പിറ്റേന്ന് രാവിലെ നമ്മുടെ റെഡ്ഫോർഡ് കാണുന്നത് ആ റാഫ്റ്റിനുള്ളിലും കുറച്ച് വെള്ളം തങ്ങി നിപ്പുണ്ട്. അങ്ങനെ അദ്ദേഹം അതെല്ലാം കോരിക്കളഞ്ഞു. അങ്ങനെ സെക്സ്റ്റന്റ് ഉപയോഗിച്ച് നമ്മുടെ റെഡ്ഫോർഡ് മാപ്പിൽ ഓരോ ഡയറക്ഷൻ അടയാളപ്പെടുത്തുകയാണ്. അങ്ങനെ സ്ഥിരമായി ചരക്ക് കപ്പലിൽ കടന്നു പോകുന്ന ഒരു സീ റൂട്ട് അദ്ദേഹം കണ്ടുപിടിച്ചു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിലെ പോകുന്ന ഏതെങ്കിലും ഒരു കപ്പലിനോട് സഹായം ചോദിക്കാമെന്ന് നമ്മുടെ റെഡ്ഫോർഡ് കരുതി. അങ്ങനെ അദ്ദേഹം ആ റാഫ്റ്റ് വളരെ കഷ്ടപ്പെട്ട് ആ സീ റൂട്ടിന്റെ അടുത്തേക്ക് നീക്കി. എന്നാൽ അന്ന് രാത്രിയും നല്ലൊരു സ്റ്റോം കടലിൽ രൂപപ്പെട്ടു. അത് ആ റാഫ്റ്റിനെ കടലിൽ മുക്കുന്ന തരത്തിലുള്ള വലിയൊരു കാറ്റായിരുന്നു അത്. എന്നാൽ എങ്ങനെയൊക്കെയോ നമ്മുടെ റെഡ്ഫോർഡ് ആ റാഫ്റ്റിനെ ബാലൻസ് ചെയ്ത് നിർത്തി. അങ്ങനെ വീണ്ടും ഒരു ദിവസം കൂടെ കഴിഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ റെഡ്ഫോർഡ് ആ റാഫ്റ്റിന്റെ പല ഭാഗത്തായിട്ടും കാറ്റ് കുറഞ്ഞിരുന്നു. അങ്ങനെ ഒരു മാനുവൽ പമ്പ് ഉപയോഗിച്ച് അദ്ദേഹം ആ റാഫ്റ്റിന്റെ പല ഭാഗത്തായിട്ടും കാറ്റ് നിറച്ചു. എന്നാൽ അദ്ദേഹത്തിന് കുടിക്കാനായിട്ട് ഒരു തുള്ളി ശുദ്ധജലം പോലും ആ റാഫ്റ്റിൽ ഉണ്ടായിരുന്നില്ല. കുടിക്കാൻ വെച്ചിരുന്ന വെള്ളത്തിലെല്ലാം ഉപ്പുവെള്ളം കയറി. അങ്ങനെ അദ്ദേഹം ആകെ തകർന്നുപോയി. അങ്ങനെ ആ മഹാസമുദ്രത്തിൽ അദ്ദേഹം ഒറ്റയ്ക്കായിപ്പോയി. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ, കഴിക്കാൻ ആഹാരമില്ലാതെ, ഒന്ന് സംസാരിക്കാൻ ആരുമില്ലാതെ അദ്ദേഹത്തിന്റെ മാനസിക നില ആകെ തെറ്റിയിരുന്നു. അങ്ങനെ അദ്ദേഹം ശുദ്ധജലം കുടിക്കാനായിട്ട് ഒരു ക്യാൻ എടുത്ത് അത് കീറി അതിനകത്ത് കടൽ വെള്ളം നിറച്ചിട്ട് സൂര്യപ്രകാശത്ത് കാണിച്ച് വെള്ളം ഇവാബറേറ്റ് ചെയ്ത് ഉപ്പ് അതിൽ നിന്നും മാറ്റി കുടിക്കാനായിരുന്നു പ്ലാൻ. എന്നാൽ അതെല്ലാം ഒരു പരാജയം മാത്രമായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ സെക്സ്റ്റന്റ് എടുത്ത് നോക്കി. അപ്പോഴാണ് അറിയുന്നത് താൻ ഏകദേശം ആ ഷിപ്പിംഗ് ലൈനിന്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷം അദ്ദേഹം ഒരു കാർഗോ ഷിപ്പ് കണ്ടു.
അങ്ങനെ സഹായത്തിന് വേണ്ടി അദ്ദേഹം ആ ഷിപ്പിന് മുമ്പിൽ സിഗ്നൽ കാണിച്ചു. എന്നാൽ ആരും അത് ശ്രദ്ധിച്ചില്ല. അദ്ദേഹത്തിന് വെറും നിരാശ മാത്രമായി. അങ്ങനെ ആ ഷിപ്പിംഗ് കണ്ടെയ്നർ കടന്നുപോയി. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ആകെ മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളം കിട്ടാതെ അദ്ദേഹത്തിന്റെ ശരീരം ഡീഹൈഡ്രേറ്റ് ആവാൻ തുടങ്ങി. അങ്ങനെ ബോഡിയിലെ സ്കിന്നെല്ലാം ചുമന്ന് അദ്ദേഹം വളരെ വീക്കായിരുന്നു. അങ്ങനെ ഒരു സമയം എത്തിയപ്പോഴേക്കും എന്തും വരട്ടെന്ന് കരുതി അദ്ദേഹം ആ കടലിൽ നിന്ന് മീനെ ചൂണ്ടയിട്ട് പിടിച്ച് കഴിക്കാനുള്ളൊരു ശ്രമം നടത്തി. എന്നാൽ പെട്ടെന്നൊരു ഷാർക്ക് വന്ന് അദ്ദേഹം ചൂണ്ടയിട്ട് ആ മീനെ കടിച്ചുകൊണ്ടുപോയി. എന്നാൽ അന്ന് രാത്രി തന്നെ ഒരു വലിയ കാർഗോ ഷിപ്പ് വീണ്ടും അദ്ദേഹത്തിന്റെ മുമ്പിലൂടെ കടന്നുപോയി. അങ്ങനെ ഒട്ടും വൈകാതെ നമ്മുടെ റെഡ്ഫോർഡ് തന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഫ്ലെയർസ് കത്തിച്ച് കാണിച്ചു. എന്നാൽ ആ ഷിപ്പിലുള്ള ആരും അത് കണ്ടില്ല. അങ്ങനെ അടുത്ത ദിവസമായി അദ്ദേഹം വളരെയധികം ക്ഷീണിതനാണ്. എന്തായാലും അദ്ദേഹം ജീവനോടെ അവിടുന്ന് പോകുമെന്ന് ഉറപ്പില്ല. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമാണ്. അങ്ങനെ അദ്ദേഹം വീണ്ടും ആ സെക്ഷൻ എടുത്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ ആ റാഫ്റ്റ് ആ ഷിപ്പിംഗ് ലൈനും കഴിഞ്ഞ് കുറെ ദൂരം പോയിരിക്കുന്നു. ഇനി ആരും തന്നെ രക്ഷിക്കാൻ വരില്ലെന്ന് റെഡ്ഫോർഡ് ഉറപ്പിച്ചു. അങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ട് അദ്ദേഹം തന്റെ കുടുംബങ്ങൾക്കായി ഒരു കത്തെഴുതി. അതാണ് നമ്മുടെ സിനിമയുടെ ആദ്യം നമ്മൾ കണ്ടത്. അങ്ങനെ അദ്ദേഹം ആ കത്ത് ഒരു ഗ്ലാസ് ജാറിലാക്കി കടലിലേക്ക് എടുത്തെറിഞ്ഞു. എന്നാൽ അന്ന് രാത്രി അദ്ദേഹം വീണ്ടും ഒരു ഷിപ്പ് കണ്ടു. എന്നാൽ അദ്ദേഹത്തിന് ആ ഷിപ്പിന്റെ വലിപ്പമൊന്നും കറക്റ്റായിട്ട് അറിയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചയെല്ലാം അപ്പോഴേക്കും മങ്ങിയിരുന്നു. ക്ഷീണം കൊണ്ട് അദ്ദേഹത്തിന് നേരെ നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഫ്ലെയേഴ്സും അദ്ദേഹം ഉപയോഗിച്ചു കഴിഞ്ഞിരുന്നു. ഇനി സിഗ്നൽ കാണിക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ആ ബുക്കിലുണ്ടായിരുന്ന പേജ് എല്ലാം കീറി പെട്ടെന്ന് തന്നെ അവിടെ ഒരു തീ ഉണ്ടാക്കി. എന്നാൽ ആ തീയൊന്നും മതിയായിരുന്നില്ല ഒരു സിഗ്നൽ കാണിക്കാനായിട്ട്. എന്നാൽ നമ്മുടെ റെഡ്ഫോർഡ് ഒട്ടും വിട്ടുകൊടുത്തില്ല. അദ്ദേഹം വീണ്ടും കത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ബുക്കിലെ പേജെല്ലാം വലിച്ചേറി ഒരു വലിയ തീ തന്നെ അദ്ദേഹം അവിടെ ഉണ്ടാക്കി. തന്റെ ക്ഷമയും പ്രതീക്ഷയും എല്ലാം കഴിഞ്ഞ് അദ്ദേഹം എന്തും വരട്ടെന്ന് കരുതി ആ തീ കത്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒടുവിൽ ആ റാഫ്റ്റ് മൊത്തത്തിലായിട്ട് കത്താൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ആ റാഫ്റ്റിൽ നിന്നാൽ താനും ആ തീയിൽ പെട്ടുപോകുന്നു. അങ്ങനെ അദ്ദേഹം എന്തും വരട്ടെന്ന് കരുതി കടലിലേക്ക് എടുത്തു ചാടി. അങ്ങനെ പതുക്കെ അദ്ദേഹത്തിന്റെ ശരീരം കടലിന്റെ ആഴത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. ആ റാഫ്റ്റ് കത്തുന്നേയും കണ്ടുകൊണ്ട് അദ്ദേഹം ആ കടലിന്റെ ആഴങ്ങളിലേക്ക് പൊക്കോണ്ടേയിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ലൈഫ് ബോട്ട് തന്റെ കത്തുന്ന റാഫ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നു. ഇത് കണ്ട നമ്മുടെ റെഡ്ഫോർഡ് തന്റെ എല്ലാ ആരോഗ്യവും വീണ്ടെടുത്ത് ആഞ്ഞു നീന്താൻ തുടങ്ങി. അങ്ങനെ ഒരു വിധത്തിൽ അദ്ദേഹം കടലിന്റെ മുകൾ തട്ടിലേക്ക് എത്തി. എന്നാൽ ബോധം പോകുന്നതിന് മുമ്പായിട്ട് ഒരു കൈ വന്നു അദ്ദേഹത്തെ പിടിച്ചു. അങ്ങനെ നമ്മുടെ റെഡ്ഫോർഡിന്റെ 8 ദിവസത്തെ അതിജീവനം ഇവിടെ അവസാനിക്കുകയാണ്.